ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ വീഡിയോയ്ക്ക് ശേഷമാണ് നമ്മളൊരു ഓൺ വോയിസ് വീഡിയോ വരുന്നത്, ലോങ് വീഡിയോ വരുന്നത്. അപ്പോൾ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല, സൗണ്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ അസുഖമൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരുന്നുണ്ട്. പിന്നെന്താ പിന്നെയുണ്ട് കേട്ടോ, മലയാളീസ് എന്തൊക്കെയോ എന്താ പറയുക, അസുഖം മുതലെടുക്കുന്ന ആളുകളാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ അസുഖം എന്താണെന്നുള്ളത് അപ്ലോഡ് ചെയ്യണമെന്ന് കുറച്ച് മുന്നേ തന്നെ വിചാരിച്ചായിരുന്നു. പക്ഷേ എന്തോ അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞ സമയം കിട്ടിയില്ല. ഓരോ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇടണം എന്നുള്ള പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ഇടാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായിരുന്നു എൻ്റെ അസുഖം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു വേറെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ റൂമാണ്, എൻ്റെ ഷാഹിൻ്റെ റൂമാണ്. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ കൂടിയാണ് കേട്ടോ, അത് ലോങ് വീഡിയോ കൂടിയാണിത്. കാരണം ഈ റൂമിൽ ഞാൻ ഫസ്റ്റാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു എനിക്ക് തോന്നുന്നു മെയ് 15-ാം തീയതി അല്ലെങ്കിൽ ഒരു 13-ാം തീയതിക്ക് തൊട്ടിട്ടാണ് പനി തുടങ്ങുന്നത്. അപ്പോൾ പനിയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. പനി വന്നു, ഞാൻ നോർമലി ഹോസ്പിറ്റലിൽ കാണിച്ചു. എനിക്ക് പാരസെറ്റമോൾ നല്ല അലർജിക്കാണ്. അപ്പോൾ അതിന് പകരം ഞാൻ കഴിക്കുന്ന നോർമൽ മെഫ്റ്റാൽ ഫോർട്ട് എനിക്ക് തന്നു. മെഫ്റ്റാൽ. അപ്പോൾ അത് കഴിച്ചു, പനി കുറഞ്ഞു എന്നല്ലാതെ ഉള്ളിലേക്കുള്ള ഇൻഫെക്ഷൻ ആയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ മെഫ്റ്റാൽ കഴിച്ചെങ്കിൽ കൂടി അത് കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മെയ് ലാസ്റ്റ് 25th ആയപ്പോഴത്തേക്ക് എനിക്ക് മാറുന്നില്ല, ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. വീണ്ടും പോയി ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് 28-29 ആയപ്പോഴത്തേക്കും എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലെത്തി. പിറ്റേന്ന് 30-ാം തീയതി ഇവിടെ തൊട്ടടുത്തുള്ള ഇൻഡിച്ചിവ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്ന ഫിസിഷ്യനെ കാണാൻ വേണ്ടി, ഫിസിഷ്യനല്ല ഫാമിലി ഫിസിഷ്യൻ, പുള്ളീനെ ജെയ്സൺ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ജെയ്സൺ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ തന്നെ ഡോക്ടർ നമ്മുടെ ചെക്ക് ചെയ്യാൻ സ്റ്റെതസ്കോപ്പ് വയ്ക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് അഡ്മിറ്റ് ആവും മനീഷ, ന്യൂമോണിയ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പേരെടുത്ത് പറയാൻ കാരണം, ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ജെയ്സൺ ഡോക്ടർ പേഷ്യൻ്റാണ്. ഈ ബ്രീത്തിങ് പ്രോബ്ലം, ഈ ശ്വാസം മുട്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പനി വന്നു പോകുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, കൂടുതൽ അതായത് നമുക്കിങ്ങനെ അഡ്മിറ്റ് ആവണമെന്ന് നിർബന്ധം ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ അഡ്മിറ്റ് ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ റിസ്കിൽ പോകാൻ പറ്റില്ല, നിങ്ങളുടെ സ്വയം റിസ്കിൽ നിങ്ങൾക്ക് പോവാം, ഡിസ്ചാർജ് അല്ല അഡ്മിറ്റ് ആവാതെ നിങ്ങൾക്ക് പോവാം, പക്ഷെ നിങ്ങളുടെ സ്വയം റിസ്ക്കാണ്, അത് എഴുതി ഒപ്പിട്ട് തരണം. അവസാനം ഞാൻ അഡ്മിറ്റ് ആക്കാതെ അല്ലെങ്കിൽ ഞാൻ തന്നെ ഗൗരവം പറയാതെ നിങ്ങൾ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഉത്തരം പറയില്ല എന്ന് ഡോക്ടർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. കാരണം അമ്മയും ഞാനും ഓക്കെ, ഡിസ്ചാർജ് അഡ്മിറ്റ് ഇല്ലാതെ നമുക്ക് ആവാതെ നമുക്ക് ഇങ്ങോട്ട് കഴിച്ചിലായി കിട്ടിയ വലിയ ഉപകാരം എന്ന് വിചാരിക്കില്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ് ഓഫ് സെറ്റിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, ഡോക്ടർ ക്യാബിൻ AC ക്യാബിനാണ്. എനിക്ക് അവിടെ ഇരുന്നിട്ട് പോലും എനിക്ക് ബ്രീത്ത് കിട്ടില്ല. അത് വളരെ ലോ ടെമ്പറേച്ചറിൽ, നമുക്കിങ്ങനെ വല്ലാത്ത തണുപ്പില്ല, എന്നൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു ടെമ്പറേച്ചറിൽ ആണ് ഡോക്ടർ ക്യാബിനുള്ളത്. എന്നിട്ട് പോലും എനിക്കവിടെ ബ്രീത്ത് കിട്ടുന്നില്ല. ഡോക്ടർ നമ്മൾക്ക് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ബ്രീത്ത് എടുക്കാൻ പറയില്ല. അപ്പോൾ പോലും എനിക്ക് എന്തില്ല, ബ്രീത്ത് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഞാൻ ഈ വീട്ടിലേക്ക് പോട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേഗം നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അഡ്മിറ്റ് ആവുന്നു. അന്നൊരു സാറ്റർഡേ വൈകിട്ടാണെന്നാണ് എൻ്റെ ഒരു ഊഹം. പിറ്റേന്ന് സൺഡേ ആണ് ഡോക്ടർ ഇല്ല, പിന്നെ മൺഡേ ആണ് ഡോക്ടർ വരാം. അപ്പോൾ ഡോക്ടർ നമ്മളെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ഇങ്ങനെ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് അഡ്മിറ്റായി. അപ്പു അതുപോലെ തന്നെ വിശാഖൊക്കെ വന്നു. അച്ഛൻ വന്നില്ല, അച്ഛൻ പിറ്റേന്നാണ് വന്നത്. നമ്മൾ റിസ്ക്, കാരണം ഇതെനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ പറയുന്നത് ശ്വാസത്തെ കുറിച്ചിട്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ അവരൊക്കെ വന്നു, ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് തന്നു, ഭക്ഷണമൊക്കെ എത്തിച്ചു തന്നു. അങ്ങനെ എനിക്ക് ഈ വാർഡിൽ കിടക്കുന്നതാണ് പൊതുവെ ഇഷ്ടം. റൂമിൽ കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വീർപ്പ് മുട്ടലാണ്. അപ്പോൾ ശിവാഗിലെ വാർഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി
ഒരു കുറച്ചും കൂടി ഒരു സൗകര്യമുള്ള വാർഡാണ്. ഒരു വാർഡിൽ മാക്സിമം പോയി 4-5 ആളുകൾ അത്രയും ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാർഡ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ വാർഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി പ്രകാരം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞരമ്പ് കിട്ടുക എന്ന് പറയുന്നത്. അത് ക്യാനുവൽ ഇടാൻ വേണ്ടിയിട്ട് ഞരമ്പ് കിട്ടില്ല. അങ്ങനെ ഒരു 2 മണിക്കൂർ കാഷ്വാലിറ്റി കിടന്നിട്ടാണ് എനിക്ക് ക്യാനുവൽ ഇട്ടിട്ട് എന്നെ വാർഡിലേക്ക് മാറ്റുന്നത്. അങ്ങനെ വാർഡിലെത്തി. അന്നത്തെ രാത്രി നെബുലൈസേഷൻ. പിന്നെ ഈ ശ്വാസം മുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഫെക്ഷൻ പോകുന്നത് വരെയും നെബുലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അരമണിക്കൂർ ഇടവിട്ട്, അല്ലെങ്കിൽ മണിക്കൂറിൽ 4 തവണ, അതായത് 15 മിനിറ്റ് ഇടവിട്ടിട്ട് നെബുലൈസേഷൻ. അതായത് അഡ്മിറ്റ് ആയ അന്ന് 15 മിനിറ്റ് ഇടവിട്ടിട്ട് നെബുലൈസേഷൻ പുലർച്ചെ വരെ. അതായത് രാത്രി ഒരു 11 മണിക്ക് വാർഡിലെത്തിയെങ്കിൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ ഈ 15 മിനിറ്റ് ഇടവിട്ടുള്ള നെബുലൈസേഷൻ. എന്നിട്ട് പോലും എനിക്ക് പിറ്റേന്ന് രാവിലെ ബ്രീത്തിങ് മര്യാദയ്ക്കായിട്ടുണ്ടായിരുന്നില്ല. അതിന് അത്രയും ഇൻഫെക്ഷൻ ആയിരുന്നു. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ലങ്സിനാണ് ഇൻഫെക്ഷൻ. അങ്ങനെ ഞായറാഴ്ച രാവിലെ ആയി. ഡോക്ടറില്ല, ഞായറാഴ്ചയാണ്, അവർക്ക് അവധിയാണ്. പിന്നെ സിസ്റ്റേഴ്സ് വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നു. ആൻറ്റിബയോട്ടിക് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് പോകുന്നു, നെബുലൈസേഷൻ പോകുന്നു, പഫ് നമ്മളിങ്ങനെ പഫ് അടിക്കില്ലേ, ആ സാധനം 2 നേരം വെച്ച് പോകുന്നു, മരുന്നുകൾ പോകുന്നു. ഇതെല്ലാം അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുന്നില്ല. പക്ഷെ എനിക്കൊരു മാറ്റം എൻ്റെ ബോഡിയിലോ അല്ലെങ്കിൽ എൻ്റെ ബ്രീത്തിങ്ങിലൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യണമല്ലോ. പിന്നെ അതുപോലെ വന്ന് നേഴ്സുമാരും വന്നിട്ട് ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ വീസിങ് നല്ല വലിവാകും. അവരും വെച്ച് നോക്കിയിട്ട് ഈ രാത്രി ഇത്രയും മണിക്കൂർ 15 ഇടമിട്ട് നമ്മൾ നെബുലൈസേഷൻ ചെയ്തു, മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തിട്ടും ഒരു മാറ്റം കാണാതെ അവർക്കും ആകെ പേടിയാവാം. കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നൊരു കണ്ടീഷൻ വരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കേൾക്കാം, എനിക്കിങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ സിസ്റ്ററെ എനിക്ക് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കേൾക്കുള്ളൂ, ചിലപ്പോൾ ചെവി അടഞ്ഞോ, അങ്ങനെ ചെവി അടയുമ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ അങ്ങനെയാവും, ചെവി അടഞ്ഞ് കിടന്നുറങ്ങ്. എനിക്ക് ഉറക്കമില്ല കേട്ടോ, അത് വേറെ കാര്യം. ശ്വാസം കിട്ടാതെ എന്തോ ഉറക്കം എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ രാത്രി രാത്രിയല്ല, പകല് തന്നെ രാത്രി ആവണമല്ലോ, ഒന്ന് ഉറക്കം കിട്ടണമെങ്കിൽ രാത്രി ആവണം എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഞായറാഴ്ച ദിവസം തള്ളി നിൽക്കണം. കാരണം പിറ്റേന്ന് രാവിലെ ഡോക്ടർ വരും, ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. അങ്ങനെ പകല് മുഴുവൻ നെബുലൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മണി ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് വന്നു. അതുല്യം പ്രിൻസിയും ഭക്ഷണമായിട്ട് വന്നു. അങ്ങനെ അവരായിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചൊക്കെ കുറച്ച് നേരം പോയി. അവസാനം അവർ പോയി. ഒരു 5 മണി 6 മണിയാകുമ്പോൾ അവർ പോയതിന് ശേഷം ഒരു 6 മണി. അപ്പോൾ അമ്മ വീട്ടിലേക്ക് പോയിക്കോ. അതിലും പ്രിൻസി വന്നപ്പോൾ ഇതൊക്കെ ഒന്ന്, കാരണം നമ്മളൊരു മുൻകരുതലും ഇല്ലാതെ അഡ്മിറ്റ് ആവാൻ വന്നതാണല്ലോ. അപ്പോൾ അമ്മ വീട്ടിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുല്യം പ്രിൻസി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ അവരോടും പോയിക്കോളാൻ പറഞ്ഞു. നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്ന്. അങ്ങനെ അവരും പോയി. അപ്പോൾ തൊട്ടടുത്തൊരു താത്തയുണ്ട്. അപ്പോൾ അമ്മ രാവിലെ പോകുമ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോണേ. കാരണം എനിക്ക് എണീറ്റ് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ശ്വാസം കിട്ടാത്തൊരു പ്രശ്നം, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ടോയ്ലറ്റിലേക്കൊക്കെ പോകുള്ളൂ. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച് നഴ്സുമാർ വരികയും ചെയ്യും. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ, നെഞ്ഞുവേദന എടുക്കുന്നു, ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട്. ഞാൻ രാവിലെ കേട്ടു എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ ഇരട്ടി ടപ്പ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് അടിക്കുന്നു. പിന്നെ വലിച്ചിട്ട് കിട്ടുന്നില്ല, ഇവിടെ എങ്ങനെ വലിച്ചിട്ട് കിട്ടും, ഉള്ളിൽ നിന്ന് ശ്വാസം കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ഞാൻ സിസ്റ്ററോട് പറയുമ്പോൾ സിസ്റ്ററും സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് നോക്കിയിട്ട് വന്നു. ബി പി ഒക്കെ 180 സംതിങ് അത്ര മേലെ കയറി. കാരണം ഞാൻ ഇത്രയും നേരം നോർമലായിരുന്ന ഒരാൾ പെട്ടെന്ന് എന്താ ഈ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ മിനിറ്റുകൾ കൊണ്ട് മാറാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. പിന്നെ സിസ്റ്റർമാരെല്ലാവരും ഓടി വരുന്നു, ICUന്ന് സിസ്റ്റേഴ്സ് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ജെയ്സൺ സാറിനെ വിളിക്കുന്നു. ജെയ്സൺ സാറിനെ വിളിച്ചപ്പോൾ ജെയ്സൺ സാറിന് മനസ്സിലായി ഇത് നോർമൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ല, കുറച്ചും കൂടി നോർമലി കാണുന്ന ശ്വാസം മുട്ടലിൻ്റെ സ്റ്റേജിൽ നിന്നത് മാറിയിട്ടുണ്ട്. സാറ് പെട്ടെന്ന് പൾമനോളജിയിലേക്ക് നമ്മളെ റെഫർ ചെയ്തു. പിന്നെ ഞാൻ അഡ്മിഷൻ നമ്മളെ റെഫർ ചെയ്ത് ട്രാൻസ്ഫർ ആവുന്നത് പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 6 മണി ആ ഒരു സമയം തൊട്ട് പിന്നെ ഞാൻ അഡ്മിറ്റ് ഫാമിലി ഫിസിഷ്യൻ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ മാറി. അങ്ങനെ രാത്രി എങ്ങനെ നോക്കിയിട്ടും എൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുന്നില്ല, എൻ്റെ ചെസ്റ്റ് പെയിനും കുറയുന്നില്ല. പിന്നെ ഹാർട്ടിന് മോണിറ്റർ ആയിരുന്നു രാത്രി വരെ. ഒരു ICU സെറ്റപ്പ് എൻ്റെ ഒരു ആ ഒരു കട്ടിലിന് ചുറ്റും അങ്ങനെയായിരുന്നു പിന്നീടുള്ള ആ രാത്രി. അത് ഭയങ്കര എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഭയങ്കര
അമ്മ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മ വീട്ടിൽ പോയതാണ്, ഭക്ഷണം ഉണ്ടാക്കണം, തിരുമണം അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വരേണ്ടത്. അപ്പോൾ അമ്മ എത്തിയിട്ടില്ല. ഞാൻ വിശാഖിനെ വിളിക്കുകയും ചെയ്തില്ല, കാരണം അല്ല, വിശാഖ് ഓൾറെഡി സൊസൈറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നുണ്ടായിരുന്നു. വിശാഖ് എത്താൻ ഒരു 6 മണി 7 മണി. അപ്പോൾ വിശാഖ് വരുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ ECG വെക്കുന്നതാണ്. വിശാഖും ആകെ ടെൻഷനാകുന്നു. അങ്ങനെ ECGയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ചെറുതായിട്ടൊരു വേരിയേഷൻ കാണിക്കുന്നു. അതോടുകൂടി പിന്നെ ഞാനും ഡൗൺ ആയിട്ടോ, കാരണം എനിക്കും ആകെ പേടി. കാരണം കണ്ട സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടും എനിക്കൊരു മാറ്റം പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ അന്ന് രാത്രി, അതായത് എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അന്ന് രാത്രി, അതായത് സൺഡേ ആണ്, ഞാൻ ഈ ഞായറാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. ഞായറാഴ്ച ഓഫായിട്ടുള്ള ഡ്യൂട്ടി ഓഫാണ് ഡോക്ടർ സുബ്രഹ്മണ്യരാജൻ, അതാണ് ഡോക്ടറിൻ്റെ പേര്, പൾമനോളജി ഡോക്ടർ. രാത്രി വരുന്നു, എൻ്റെ അടുത്തേക്ക് വരുന്നു ഡോക്ടർ. രാത്രി വന്നു, ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നാളെ വിശദമായിട്ട് പരിശോധിക്കാം, നാളെ രാവിലെ തന്നെ ഹാർട്ടിൻ്റെ എക്കോ എടുക്കണം എന്ന് പറയുന്നു. എനിക്ക് ഉള്ളിൽ നല്ല പേടി ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനന്ന് പുറത്ത് കാണിക്കുന്നില്ല, കാരണം അമ്മ ഉണ്ടല്ലോ, ഞങ്ങൾ ഹാർട്ടിൻ്റെ എക്കോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഒക്കെ സെറ്റാവും അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാൻ. പിന്നെ എൻ്റെ അമ്മ ഭയങ്കര ബോൾഡ് എന്ന് പറഞ്ഞാൽ അസാധ്യ ബോൾഡാണ്. അതിൽ ഞാൻ അമ്മേനെ അത് തൊഴുന്നു. കാരണം എൻ്റെ ഇത്രയും എന്താ പറയുക, ഇത്രയും വലിയൊരു, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഡൗൺ ആയിട്ടൊരു കണ്ടീഷൻ കണ്ടിട്ട് പോലെ അമ്മ ഒന്നും കുലുങ്ങിയിട്ടില്ല. അമ്മേനെ തൊഴണം എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ ഡോക്ടർ പിറ്റേത്തെ ചെക്കപ്പും ഹാർട്ടിൻ്റെ എക്കോ ഒക്കെ എടുക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. ഡോക്ടർ പറയുന്നു അതായത് ആസ്മയുടെ മറ്റൊരു വശമാണ് നിലവിലുള്ള എൻ്റെ അസുഖം. അതായത് ശ്വാസകോശത്തിന് ചുരുക്കം സംഭവിക്കുന്ന ഒരു രോഗമാണ്, അതിന് ബ്രോൺകൈറ്റൽ ആസ്മ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സ്ട്രീംലി അലർജിക്കാണ് ഞാൻ. വളരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അലർജിക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അലർജിക് പേഴ്സണാണ് കുറച്ച് കാലങ്ങളായിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ പറ്റ മാറി കിട്ടണമെങ്കിൽ ചിലപ്പോൾ 6-7 മാസം എടുക്കും. ആ 6-7 മാസം വളരെ സൂക്ഷിച്ചും അതുപോലെ തന്നെ അത്രയും ശ്രദ്ധയോടുകൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അസുഖം മാറുള്ളൂ. നമുക്ക് മാറുക എന്ന് പറയുന്നത് ഇതിൽ അസാധ്യമാണ്. ഇതൊരു ജനറ്റിക്കൽ രോഗം. എൻ്റെ അച്ഛന് വലിയ ആസ്മയുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ്റെ രോഗമാണ് എനിക്ക് ജനറ്റിക്കലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് ക്യൂർ ആവുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതിനെ നമുക്ക് നമ്മുടെ പരിധിയിൽ നിർത്താൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് ചെസ്റ്റിലേക്ക് ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ ആവും. അപ്പോൾ എനിക്ക് ഈ മെയ് മുതൽ സെപ്റ്റംബർ വരെ 3 ന്യൂമോണിയ വന്നു. ഇത് വളരെ, നമ്മൾ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അസുഖമല്ല എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ എനിക്ക് ന്യൂമോണിയ വന്നിട്ട് 3 തവണ ഈ സെപ്റ്റംബർ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നുള്ളത് 3 തവണ ന്യൂമോണിയ വരുന്ന ഒരു കണ്ടീഷനായി. അപ്പോൾ ഈ 3 തവണ വന്നപ്പോൾ ഞാൻ വളരെ ഹെൽത്ത് ഭയങ്കര വീക്കായി. 18 കിലോ ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് അലർജിക്ക്, അതായത് ആദ്യം ഞാൻ അഡ്മിറ്റ് ആവുന്ന സമയത്തുള്ള അലർജിക് പേഴ്സൺ അല്ല ഞാനിപ്പോൾ. അതിൻ്റെ ഡബിൾ 3 ഇരട്ടി ഞാൻ അലർജിക് പേഴ്സൺ ആയിട്ട് വീണ്ടും മാറി. ആദ്യത്തേത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോഴത്തേത് അങ്ങനെയല്ല. ഞാൻ വളരെ എന്താ പറയുക, ഒരു ഫ്രെജൈൽ അലർജിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറി. അത് ഈ അസുഖത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഇതാണ് നിലവിലെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് പേഴ്സണലി എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്നത് ട്രിഗർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പഴയതുപോലെ ഒന്നിനും പറ്റുന്നില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ, ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാനൊരു കിടത്തുണ്ട്, എനിക്ക് അത്രയും ബ്രീത്ത് കിട്ടില്ല. ഇപ്പം തന്നെ എൻ്റെ ബ്രീത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യും, ഒരുപാട് നേരം സംസാരിച്ച് കൊള്ളാക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഒരു 5-6 കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഞാൻ ചാടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ പഴയതുപോലെ ഒന്നിനും സ്പീഡ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ പഴയതുപോലെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണ്. ഞാൻ എടുക്കുന്ന സ്റ്റിറോയിഡ്സിൻ്റെയും അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന മരുന്നുകളുടെ ഇഞ്ചക്ഷൻസിൻ്റെ ഇതൊക്കെ സൈഡ് എഫക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ വളരെ എന്താ പറയുക, ഇത്ര വലിയ തടിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ഊതിയ നിലത്ത് വീഴും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്.
എന്താ പറയുക, നമുക്ക് അത്ര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. എൻ്റെ ബോഡിയെ ഈ പറയുന്ന അലർജിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്രോൺകൈറ്റിൽ ആസ്മ വളരെ ഡീപ്ലി എഫക്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ബ്രീത്തിങ് പ്രശ്നം, നമ്മൾ കോണി കയറി വന്ന എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കൽ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുത്തിട്ടാണ് താഴേക്ക് പോകുക. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നിലവിൽ എൻ്റെ ബോഡി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കലി നമ്മളിങ്ങനെ വലിയൊരു കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിലുപരി മാനസികമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മറ്റൊരു തരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 10 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അതിൽ ഒരു കാര്യം ഞാൻ ഒരു ദിവസം ഞാൻ ചെയ്യുന്നുള്ളൂ. അത്രയും ഞാൻ സ്ലോ ആയി. കാരണം ഓടി നടന്ന് എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, അവിടെ ചെയ്ത് അത് കഴിഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഇത് തൊട്ടാൽ എനിക്കിത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ക്ലോത്ത് ഞാൻ കണ്ടിന്യൂസ്ലി ദിവസം ഇങ്ങനെ ചെയ്തിരുന്ന കാര്യമായിരുന്നു, മെറ്റീരിയൽ എടുക്കലും ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളും. ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു എന്ന് വേണം പറയാൻ. കാരണം എനിക്ക് തീരെ പറ്റുന്നില്ല. വാർഡ്രോബ് തുറന്നാൽ തന്നെ, അല്ലെങ്കിൽ കബോർഡ് തുറന്ന് 2 തുണി മടക്കി വെച്ചാൽ തന്നെ തുമ്മലും പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രശ്നം. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും എനിക്ക് നിർത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ യാത്രകൾ കുറയ്ക്കേണ്ടി വരുന്നു. പിന്നെ അതുപോലെ തന്നെ സിനിമ, ഞങ്ങൾ എന്താ പറയുക റിലീസാവുന്ന സിനിമകളൊക്കെ കണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല. എന്നോട് വിശാഖ നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞാലും വിശാഖനോട് ഞാൻ പറഞ്ഞു വേണ്ട വിശാഖ, AC ആണ്, ആ സീറ്റിൽ നമ്മൾ ഇരിക്കാൻ പോകുന്ന സീറ്റിൽ മുന്നത്തെ ഷോയിൽ വന്നിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു തലവേദനയോ തുമ്മലോ ഉണ്ടായിരുന്നെങ്കിൽ അത് എനിക്ക് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഞാൻ തന്നെ എന്നിങ്ങനെ പലതിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാലം എന്താ പറയുക, നമുക്ക് അങ്ങനെ ഇതൊരു ചെറിയ അസുഖമാണ് കേട്ടോ, വലിയ അസുഖമൊന്നുമല്ല, വളരെ ചെറിയ അസുഖമാണ്. പക്ഷേ നമ്മളിത് ബാധിക്കുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും ആണെന്ന് മാത്രം. കാരണം ഞാൻ വളരെ എന്താ പറയുക ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ ഒരു മാനസിക പ്രയാസം എന്ന് മാത്രമേ ഉള്ളൂ. അതിലും ഈ പറഞ്ഞതുപോലെ ഞാൻ കരുതുന്നത് ഞാൻ കുറേ കൂടി ലക്കിയാണ്. കാരണം എൻ്റെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകൾ എന്നെ ഇപ്പോഴും ഹാപ്പി ആക്കി കൊണ്ടു നടക്കാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ വിശാഖാണെങ്കിലും വിശാഖിനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നീ ഓക്കെ അല്ലേ. എനിക്ക് ആ ചോദ്യം മതി, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അങ്ങനത്തെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ്. കാരണം എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ എല്ലാ സൈഡുകളും അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ നിന്നിട്ട് എന്നെ കൂടുതൽ ചീത്ത പറയുക ചെയ്യാം, നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത് കാരണം അവന് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ വളരെ നേരത്തെ പറഞ്ഞപ്പോൾ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഇൻട്രോവേർട്ടായിട്ട് ഇരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ എന്നേക്കാൾ കൂടുതൽ ബോധേഡാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ എന്താ പറയുക എൻഗേജ്ഡ് ആക്കാൻ പല വിധത്തിൽ ശ്രമിക്കുന്നു. നീ ഓക്കെ അല്ലേ, എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ ഓക്കെ അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ലക്കിയാണ് എന്ന് സ്വയം തോന്നിപ്പോവും. കാരണം ഞാൻ മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടിൽ ആയിരുന്നു കല്യാണത്തിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളൊക്കെ. എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കല്യാണം കഴിക്കണ്ടായിരുന്നു. അങ്ങനെയല്ല, ഈ ആഫ്റ്റർ ദ മാരേജ് അല്ല ടൈം പറഞ്ഞത്, ബിഫോർ ദ മാരേജ് ആണ് ഞാൻ പറഞ്ഞത്. കല്യാണം വേണ്ടായിരുന്നു എന്ന് വരെ തോന്നിയിട്ടുണ്ട്. കല്യാണത്തിന് ഒരാഴ്ച മുന്നേ, കല്യാണം വരുന്ന ഞായറാഴ്ചയാണെങ്കിൽ ഈ തിങ്കളാഴ്ച ഞാൻ അഡ്മിറ്റ് ആയി വീണ്ടും. പിന്നുള്ളത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 6 ദിവസമാണ് കല്യാണത്തിനുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച തൊട്ടിട്ട് വ്യാഴാഴ്ച രാത്രി വരെ ഞാൻ ഹോസ്പിറ്റലാണ്. പിന്നെ എൻ്റെ മുന്നിലുള്ള ദിവസം വെള്ളി, ശനി. വെള്ളിയാഴ്ച ഞാൻ കിടന്നുറങ്ങും. ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയി വന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ, ആ ക്ഷീണത്തിൽ ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് ശനിയാഴ്ച മാത്രം എൻ്റെ മുന്നിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ദിവസം. ഞാൻ എൻ്റെ കല്യാണത്തിന് എൻ്റെ ബ്ലൗസും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുന്നത് എപ്പോഴാണോ ആ ഡ്രസ്സ് ഇടേണ്ട സമയം അപ്പോഴാണ്. അത്ര പോലും എനിക്ക് ഒന്നിനും പറ്റാത്തൊരു സമയമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, കല്യാണമേ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷം കൂടി എൻ്റെ ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞാൻ മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടിലുമായിരുന്നു. ഇപ്പോഴും മാനസികമായിട്ട് വല്ലാത്ത പ്രയാസമുണ്ട്. കാരണം നമ്മൾ പുറത്തിറങ്ങാൻ അതായത് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നിരുന്നു. ഞാൻ കൂടുതൽ എന്തായാലും അതിനെപ്പറ്റി പറയുന്നില്ല, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ പറയുന്നില്ല. എൻ്റെ ഞാൻ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഡിപ്രഷനിലേക്ക് ഇങ്ങനെ കടന്ന് നീങ്ങുന്നു എന്ന് സ്വയം മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഓക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ അവസാനം എനിക്ക് കിട്ടിയ ഉത്തരമായിരുന്നു യൂട്യൂബ് തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പോലെയായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പം. അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി വീണ്ടും ഈ പറഞ്ഞതുപോലെ ഈ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ളൊരു കണ്ടെത്തൽ കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ്. അപ്പോൾ ഞാൻ അസുഖത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം കൂടുതലൊന്നും ഇനി ഞാൻ കൂടുതൽ പറയണമെങ്കിൽ ഇപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യോ. യെസ്,
ഇതുപോലത്തെ അസുഖത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാണെങ്കിൽ അത് താഴെ പറഞ്ഞു തരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള ആൻസർ എന്തായാലും തരും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻസും അതുപോലെ തന്നെ ഓരോ അഭിപ്രായങ്ങളുമാണ് നമുക്ക് പുതിയ വീഡിയോ ഇടാനുള്ള കൂടുതൽ നമുക്ക് അങ്ങനെ തോന്നുക, പുതിയ വീഡിയോ ഇടണം എന്ന് തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.